പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 24 ചൊവ്വ 2024. വാർത്തകളിലേക്ക്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 492 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഏകദേശം 5000 പേർക്ക് പരിക്കേറ്റതായി ലെബനൻ ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 മണിക്കൂറിൽ കിഴക്കൻ ലെബനനിലെ 1700ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡർ അലി കരാഖയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം UN ഇൻട്രിം ഫോഴ്സ് ഇൻ ലെബനൻ തലവൻ ജനറൽ അറോൾഡ ലസാറ ഇരു വിഭാഗങ്ങളെയും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ലോകത്തെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐക്യം അനിവാര്യമാണെന്നും ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്നും UN പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ട് കാണാതായാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിൽ എന്താണെന്ന് 3-4 ദിവസം കാത്തുനിന്നാൽ മനസ്സിലാകും. അപ്പോഴേക്കും ജനത്തിൻ്റെ മനസ്സിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അന്വേഷണം സംഭവിച്ചെന്ന വികാരം ജനിപ്പിക്കാനാണ് പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരായ കലാപക്കൊടി ഉയർത്തിയ PV അൻവർ MLA പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലരെ മാധ്യമങ്ങൾ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥ ഈ അടുത്ത കാലത്ത് ഉണ്ടായല്ലോ എന്നും അതെല്ലാം എത്ര നാൾ നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാരെന്നും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിൻ്റെ വഴിക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തെ എംബോക്സ് കേസ് പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലേഡ് 1B കേസാണെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണെന്നും വിവരം. പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. UAE നിന്ന് എത്തിയ ആളിലാണ് മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് എംബോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കായി പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മലിനജലത്തിറങ്ങിയവർ നിർബന്ധമായി എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശവും ഉണ്ട്. വയനാട്ടിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ ജനം കൊണ്ട് അഭ്യർത്ഥിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉരുൾപൊട്ടൽ ദുരന്തം വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശം മാത്രമാണ് ബാധിച്ചെങ്കിലും വയനാടിനാകെ ബാധിച്ചെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമായെന്നും ഇത് വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരത്തിൽ വലിയ ഇടിവിന് കാരണമായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്നും വയനാട് സന്ദർശിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അമിത ജോലി സമ്മർദ്ദം മൂലം യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ്. നിർമ്മല സീതാരാമൻ്റെ പ്രസ്താവന ട്രാക്കുള കമ്പനികളുടെ സംരക്ഷണമായി മാറുന്നതിന് തുല്യമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജോലി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടാമെന്ന് കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിച്ച് എടുക്കണമെന്ന് ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നുമായിരുന്നു കേന്ദ്ര മന്ത്രിയുടെ പരാമർശം. മുതിർന്ന CPM നേതാവും MM ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൗൺ ഹാളിൽ നാടകീയങ്ങൾ. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് രംഗത്തെത്തിയോടെയാണ് പൊതുദർശനത്തിനിടെ കയ്യങ്കാളി അരങ്ങേറിയത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിലെ മകൾ ആശ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നവരെ മൃതദേഹം മോർച്ചറിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. തീരുമാനം വരെ ലോറൻസിൻ്റെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് കൈമാറുന്നതും തൽക്കാലം ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് നിർദ്ദേശം. MM ലോറൻസിൻ്റെ സംസ്കാര ചടങ്ങ് തർക്കം ദുഃഖമുണ്ടാക്കിയെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. ലോറൻസിൻ്റെ മരണം വിവാദമാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ പ്രശ്നം ഉണ്ടായതെന്ന് അറിയില്ലെന്നും കുടുംബം പറഞ്ഞത് പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നതെന്നും കുടുംബമാണ് മൃതദേഹം കൈമാറിയതെന്നും CN മോഹൻ പറഞ്ഞു. തൃശ്ശൂരിലെ UDFൻ്റെ പരാജയം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതി റിപ്പോർട്ട് എന്ന പേജിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കമ്മീഷൻ അംഗം KC ജോസഫ്. തൃശ്ശൂർ K മുരളീധരൻ്റെ തോൽവി കാരണം CPM BJP ബാന്ധവമാണെന്നും പൂരം കലങ്ങിയപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം BJPയെ തുണച്ചെന്നും KC ജോസഫ് പറഞ്ഞു. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥികളുടെ തോൽവി കാരണം പൂരം വിവാദമല്ലെന്നും KPC ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും KPC പ്രസിഡന്റ് K സുധാകരൻ MP. തൃശ്ശൂരിൽ BJPയുടെ വിജയത്തേക്ക് നയിച്ചാൽ പൂരം കലക്കിയതിന് നിർണായകമായ പങ്കാണുള്ളതെന്നും K സുധാകരൻ പറഞ്ഞു. തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും പൂരം കലക്കിയെന്ന് പറയാത്തത് ഭാഗ്യമെന്ന് പോലീസ് റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി വിജയൻ ജയം താരത്തിലാക്കി BJPക്ക് നൽകിയെന്നും മുരളീധരൻ വിമർശിച്ചു. പിണറായിയുടെ കവചകുണ്ടലങ്ങളാണ് ശശിയും അജിത് കുമാറും, അത് പിണറായി ഊരി നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോഴെന്നും വനം വകുപ്പ് ജീവനക്കാരുടെ തോന്നിവാസത്തിന് അതിരില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണെന്നും PV അൻവർ MLA.
വനത്തിൽ എന്ത് നടക്കുമെന്നാണ് സ്ഥിതിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലമ്പൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ സ്ഥാനത്തിൽ വനംവകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അൻവർ. പി വി അൻവർ MLAയുടെ വിമർശനങ്ങൾ അതൃപ്തി പ്രകടമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ. പറഞ്ഞത് ശരിയോ എന്ന് അൻവർ ആലോചിക്കട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ പോലെയുള്ള MLA പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ താൻ പഠിച്ചിട്ടില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകി പി വി അൻവർ MLA രാജേഷ് എന്ന ഉദ്യോഗസ്ഥനെതിരെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ, സ്പീക്കർ AN ഷംസീർ, ചീഫ് സെക്രട്ടറി എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടി ട്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ ഇന്നലെ കണ്ടെത്തിയതെന്നും അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളിലല്ലെന്ന് ലോറി ഉടമ മനാഫ് ഇന്നലെ രാവിലെ കണ്ടെത്തിയ ബമ്പർ അർജുൻ്റെ ലോറിയുടെയാണെന്ന് നേരത്തെ മനാഫ് പറഞ്ഞിരുന്നു. എന്നാൽ ലോഹഭാഗങ്ങളടക്കം വേറെയും നിരവധി വസ്തുക്കൾ കണ്ടെത്തിയുടെ ഇവയൊന്നും അർജുൻ്റെ ലോറിയുടെ അല്ലെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യൻ്റെതല്ല, പശുവിൻ്റേതാണെന്ന് മംഗളൂരിലെ FSL ലാബ് സ്ഥിരീകരിച്ച ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. അസ്ഥി മനുഷ്യൻ്റെ നിലയിൽ നടക്കുന്ന പ്രചരണം തെറ്റാണെന്നും കളക്ടർ വ്യക്തമാക്കി. അർജുന് വേണ്ടിയുള്ള ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നിർത്തില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിൽ. ഇന്ന് റെഡ് അലർട്ടായതിനാൽ സാഹചര്യം നോക്കി മാത്രമായിരിക്കും തെരച്ചിൽ തുടരുകയെന്നും MLA അറിയിച്ചു. 2025 വർഷത്തേക്കുള്ള ഓൺലൈൻ ഹജ്ജ് അപേക്ഷ സമർപ്പണത്തിലുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ നീട്ടി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലർ നമ്പർ 6 ഇക്കാര്യം അറിയിച്ചത്. SNDP കുന്നത്താട് യൂണിയൻ രൂപവൽക്കരിച്ച ട്രസ്റ്റിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് KK കർണനെ നീക്കിയ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയാണ് നടപടി സ്റ്റേ ചെയ്തത്. തീരദേശ പരിപാലന നിയമത്തിൽ കേരളത്തിന് ഇളവ് നൽകി കേന്ദ്രം. സംസ്ഥാനം ഉന്നയിച്ച ആവശ്യങ്ങളിലാണ് അനുകൂല നിലപാട്. 66 പഞ്ചായത്തുകളെ CREZ2 പട്ടികയിലേക്ക് മാറ്റി. ജനസംഖ്യ കൂടിയ മറ്റ് പഞ്ചായത്തുകൾ CREZ3 കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ദൂരപരിധി 200 നിന്ന് 50 മീറ്ററായി കുറയ്ക്കുമെന്നും കേന്ദ്ര വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഗുണ്ടാബന്ധം ആരോപിച്ച് സസ്പെൻഡ് ചെയ്ത DYSPമാരായ പ്രസാദ് ജോൺസർ എന്നിവരെ തിരിച്ചെടുത്തു. പാറ്റൂർ ഗുണ്ടാക്രമണത്തിന് പിന്നാലെയായിരുന്നു പോലീസിന് ഗുണ്ടാബന്ധം ഉണ്ടെന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇവരെ സസ്പെൻഡ് ചെയ്തത്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി അജ്മലിൻ്റെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി തള്ളി. സർവീസിൽ നിന്ന് വിരമിച്ച മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു കൊച്ചി ബിനാലൈ ഫൗണ്ടേഷൻ ചെയർപേഴ്സണാകും. ആലുവ സ്വദേശിയായ നടിയുടെ പീഡനാരോപണത്തിൽ നടൻ ജയസൂര്യയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭ്യമാകുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് കണക്കിലെടുത്താണ് കേസ് തീർപ്പാക്കിയത്. കോട്ടയം കുമരകം കൈപ്പുഴ മുട്ടിൽ നിയന്ത്രണം വിട്ട കാർ ആറ്റിലേക്ക് വീണ്ട അപകടത്തിൽ 2 പേർ മരിച്ചു. മഹാരാഷ്ട്രയിലെ താനെ സ്വദേശിയ 2 പേരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:40 അപകടം ഉണ്ടായത്. നിലവിളി ശബ്ദം കേട്ട് ജനങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും കാർ വെള്ളത്തിൽ മുങ്ങി താണിരുന്നു. കാറിൻ്റെ നിയന്ത്രണം തെറ്റിയതാകും അപകടത്തിന് കാരണമെന്ന് സംഭവ സ്ഥലത്തെത്തിയ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. മതേതരത്വം യൂറോപ്യൻ ആശയമാണെന്നും ഇന്ത്യയിൽ അത് ആവശ്യമില്ലെന്ന വിവാദ പ്രസ്ഥാനവുമായി തമിഴ്നാട് ഗവർണർ RN രവി ഞായറാഴ്ച കന്യാകുമാരിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകയിലെ യാദ്ഗറിൽ ഇടിമിന്നലേറ്റ് ഒരു കുടുംബത്തിലെ 3 പേരടക്കം 4 പേർ മരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാന ദൗത്യമായ നാവിക സാഗർ പരിക്രമയുടെ 2-ാം ദൗത്യത്തിന് ഒക്ടോബർ 2 തുടക്കമാകും. കൊക്കൈൻ നിറച്ച ക്യാപ്സൂൾ കടത്താൻ ശ്രമിച്ച ബ്രസീലിയൻ യുവതി മുംബൈ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. ഭൂമി തർക്ക പരിഹാരത്തിനെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ അമ്പുകൊണ്ടുള്ള ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വനിതാ SIയെ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇന്നലെ രാവിലെ ബീഹാർ അരാരിൽ ജോഘാട്ട് എന്ന ഗ്രാമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 2 നഴ്സറി സ്കൂൾ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി മുംബൈക്കടുത്തുള്ള ബദാൽപൂരിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. തിരുവനന്തപുരത്തേക്ക് സൈനികരുമായി പുറപ്പെട്ട പ്രത്യേക തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. മധ്യപ്രദേശിൽ തീവണ്ടി സഞ്ചരിച്ചിരുന്ന പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലാണ് നടപടി. റെയിൽവേ ജീവനക്കാരനാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക വിവരം. കുട്ടികളിൽ പോളിയോ ബാധയ്ക്ക് സമാനമായ ലക്ഷണങ്ങളുള്ള ശ്വാസകോശ അണുബാധ US പടർന്നു പിടിക്കുന്നു. അമേരിക്കൻ സാഹിത്യ വിമർശകനും മാർക്സിസ്റ്റ് ചിന്തകനും സൈദ്ധാന്തികമായ ഫെഡറിക് ജെയിംസൺ അന്തരിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആവേശ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 2-3 ഗോളുകൾക്ക് കീഴടക്കി മോഹൻ ബഗാൻ. 2 തവണ പിന്നിൽ നിന്ന് ശേഷം തിരിച്ചടിച്ച ഒടുവിൽ കളി തീരാൻ 3 മിനിറ്റ് ശേഷിക്കെ വിജയഗോളും ഉപജയവും സ്വന്തമാക്കുകയായിരുന്നു മോഹൻ ബഗാൻ. 400 ദിവസത്തെ കാലാവധിയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ സ്ഥിരനിക്ഷേപ പദ്ധതിയിൽ ചേരാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 അവസാനിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.